ഹലോ, സിംഗിൾ ആൻഡ് റെഡി ടു മീറ്റ്. ഇവിടെ ജെനിയും സിയോങ്ങും കോഫി ഷോപ്പിലാണ്. ജെനി ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് സിയോങ് അവളോട് പറയുകയും ചെയ്യും. പണ്ടത്തെ പോലെ ആൺപിള്ളേരെ കാണുമ്പോഴുള്ള പേടിയൊന്നും ജെനിക്ക് ഇപ്പോഴില്ല. പിന്നീട് റൂമിലേക്ക് വരുന്ന സേറയോട് നീ മാഹുവിൻ്റെ കൂടെ ഓഡീഷനിൽ പോയില്ലേ എന്ന് ജെനി ചോദിക്കും. ഞാൻ പോകാൻ റെഡിയായി നിന്നതായിരുന്നു, ആ അജു ഉണ്ടല്ലോ അവൻ കാരണം എന്നും പറഞ്ഞ് നടന്ന കാര്യം സേറ ജെനിയോട് പറയും. സേറയും മാഹുനും ഓഡീഷനിൽ പോകാൻ നിൽക്കുമ്പോൾ നീ ഇതെങ്ങോട്ടാ പോകുന്നത്, ഇന്ന് ഫ്ലോർ ക്ലീനിങ് നീ അല്ലേ എന്നും ചോദിച്ച് അജു അവിടേക്ക് വരും. ഞാൻ വന്നിട്ട് ചെയ്തോളാം എന്ന് സേറ പറയുന്നുണ്ടെങ്കിലും അജു സമ്മതിക്കില്ല. അജുവും സേറയും തമ്മിൽ ചെറിയൊരു തർക്കം തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഇവരുടെ തർക്കം കണ്ടിട്ട് സാരമില്ല, അടുത്ത ഓഡീഷനിൽ ഞാൻ നിന്നെ കൊണ്ടുപോയിക്കാളാം എന്നും പറഞ്ഞ് മാഹുൻ പുറത്തോട്ട് പോകും. ഇതൊക്കെ കേട്ടിട്ട് ജെനിക്ക് ചിരിയാണ് വരുന്നത്. ഓ, നീ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണോ ക്ലീനിങ് ചെയ്തത് എന്ന് ജെനി ചോദിക്കുമ്പോൾ ആ, ഞാൻ പുതിയ ഡ്രസ്സും ഫുൾ മേക്കപ്പിലുമാണ് ക്ലീനിങ് ചെയ്തത്. ആ അജു ഉണ്ടല്ലോ അവൻ ഇട്ടൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അത് അവൾക്ക് തീരെ പിടിക്കില്ല. അവൾ മാഹുവിൻ്റെ അടുത്ത് കുറച്ച് സ്റ്റാൻഡേർഡിലൊക്കെ ഇരിക്കുകയായിരുന്നു. എന്നാൽ അജു എല്ലാം തകർത്തു. സഹി കെട്ട് സേറ അജുവിനോട് നമുക്കൊന്ന് സംസാരിപ്പിച്ചു എന്ന് സേറ പറയുമ്പോൾ എന്ത് ഡേറ്റോ, അത് നിൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. അവനിപ്പോൾ അടുത്താണ് ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോയത്. പിന്നെ നീ മാഹുവിൻ്റെ ടൈപ്പല്ല എന്ന് അജു പറയുമ്പോൾ സേറയ്ക്ക് നല്ല ദേഷ്യം വരും. പിന്നീട് അവർ രണ്ടാളും തമ്മിൽ ഒരു തർക്കം നടക്കും. ഇവർ രണ്ടാളും എപ്പോഴും പരസ്പരം സംസാരിക്കാൻ നിന്നാലും അത് ലാസ്റ്റ് തർക്കത്തിലേ അവസാനിക്കുകയുള്ളൂ. ഇനി അങ്ങോട്ട് അജുവിനിട്ട് എന്ത് പണി കൊടുക്കുമെന്നാണ് സേറ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അജു പുറത്തു പോകാൻ നിൽക്കുമ്പോൾ എല്ലാ ഷൂവിൻ്റെ ലേസും തമ്മിൽ കെട്ടിയിടുക, അവൻ എന്തെങ്കിലും ഫിലിം കാണാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ നേരത്തെ തന്നെ അവൾ പറഞ്ഞു കൊടുക്കും. അവൻ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ പോകുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കുക, അങ്ങനെ സകല പണിയും അവൾ ചെയ്തു നോക്കും. എല്ലാം അജുവിനെ ദേഷ്യം പിടിപ്പിക്കാനാണ് അവൾ ചെയ്യുന്നതെങ്കിലും അവൻ ഒന്നിനും പ്രതികരിക്കാതെ കൂളായിട്ട് തന്നെ നിൽക്കുകയാണ്. എല്ലാം ചെയ്ത് സേറയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. പിറ്റേന്ന് രാവിലെ അജു ബ്രഷ് ചെയ്യാണ്. അവൻ്റെ ബ്രഷ് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ, സാധാരണ എല്ലാവരുടെയും പോലത്തെ ബ്രഷ് ഒന്നും അല്ല അവൻ്റേത്. അവനങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിയോങ് കയറി വരും. ഏയ്, നീ എന്താ നോക്ക് ചെയ്യാതെ വന്നത് എന്ന് അജു ചോദിക്കും. ഓ സോറി, ഞാനല്ലേ. പിന്നെ നിൻ്റെ ബ്രഷ് എൻ്റേതിൽ നിന്നും നല്ല ഡിഫറെൻ്റ് ആണല്ലോ എന്ന് സിയോങ് ചോദിക്കുമ്പോൾ ഇത് ഇങ്ങനത്തെ ബ്രഷാണ്, അങ്ങനത്തെ ബ്രഷാണ്, ഇതാണ് നല്ലത് എന്നൊക്കെ ഒരു വലിയ ക്ലാസ് തന്നെ അവന് എടുത്തു കൊടുക്കും. അജു പോയി കഴിഞ്ഞിട്ട് സിയോങ്ങിൻ്റെ കൈ തട്ടി ആ ബ്രഷ് താഴെ വീഴും. എന്നാൽ അത് സിയോങ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സേറ ബാത്റൂമിലോട്ട് പോകുമ്പോൾ ആ ബ്രഷ് കാണും. ഇതെന്താ സംഭവം എന്ന് അവൾ ചിന്തിക്കും. ഇനി 3 ദിവസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. അജു ക്ലീനിങ് വർക്കിലാണ്. അവൻ അവിടെ കിടന്ന് ഒരു പ്രാന്തനെ പോലെ അലറി വിളിക്കും. എന്നിട്ട് ദേഷ്യത്തോടെ റൂമിലോട്ട് പോകും. അയ്യേ, നീ അവൻ്റെ ബ്രഷ് ഉപയോഗിച്ചാണോ കാല് ക്ലീൻ ആക്കിയത് എന്ന് മാഹുന് സേറയോട് ചോദിക്കുമ്പോൾ നീ ഇത് നോക്ക്, ഇത് കാല് ക്ലീൻ ചെയ്യുന്നതും ഇത് അവൻ്റെ ബ്രഷും രണ്ടും ഒരേപോലെയല്ലേ ഇരിക്കുന്നത്, അല്ലെങ്കിലും പല്ല് ക്ലീൻ ചെയ്യാൻ ആരെങ്കിലും ഇതുപോലത്തെ ബ്രഷ് യൂസ് ചെയ്യുമോ എന്നൊക്കെ സേറ ചോദിക്കും. റൂമിലിരുന്നിട്ടും അവൻ നല്ല ദേഷ്യത്തിലാണ്. അവനെ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ മാഹോനും സിയോങ്ങും പറയും. പിന്നെ നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടുകൂടായിരുന്നോ എന്ന് ജെനി ചോദിക്കും. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനേ അറിയില്ല, പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം, ഈ സ്ഥലമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് സിയോങ് പറയും. നീ അല്ലേലും സൂപ്പറാണ്, 20-ാം വയസ്സിൽ തന്നെ ഒരു കോഫി ഷോപ്പിൻ്റെ ഓണർ ആയില്ലേ എന്ന് ജെനി അവനോട് പറയും. ഇവിടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.